അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് തട്ടുംപുറത്ത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം കേട്ടോ. അപ്പോൾ വലിയ ടഫായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അത്രയൊന്നും ടഫില്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ ടഫായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. ബോർഡ് കേട്ടോ ഉണ്ടോ, ബെഡ്റൂമിൻ്റെ മുകളിൽ ഉണ്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറാനായിട്ട് എല്ലാ സാധനങ്ങളൊക്കെ വെച്ച് റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കയറാം, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ എത്ര പേരാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് അറിയാത്തവർക്ക് ഒക്കെ യൂസ്ഫുൾ ആകും വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ ഓക്കെ. ബെഡ്റൂമിൻ്റെ മുകളിൽ 6 വർഷമായിട്ടോ ഈ കബോർഡ്. ഒരു 5 വർഷം ഉണ്ടാവും ഞാൻ തുടച്ചിട്ട്. അവിടെ ഉള്ളിൽ സിമെൻറ്റാണ്, ടൈൽസൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ സാധനങ്ങളൊന്നും അങ്ങനെ വെക്കാറില്ല. എന്നാലും അതിൻ്റെ അകത്ത് പൊടി നമ്മൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ കയറാൻ പോവാണ് കേട്ടോ, മുകളിലോട്ട് കയറാൻ പോവാം കേട്ടോ. ഇതുണ്ടോ പൊടി, ഭയങ്കര പൊടിയാണ്. അപ്പോൾ സിമെൻറ്റാണ്. ഞാൻ തന്നെ ഇതുണ്ടോ ഒറ്റ കയ്യിൽ മൊബൈലും മേടിച്ച് അവിടെയൊക്കെ അടിച്ചു കഴിഞ്ഞു. അവിടെ നിന്ന് ഞാൻ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ നല്ല പൊടിയാണ് കേട്ടോ. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, എന്നാലും ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചിട്ടേ. അപ്പോൾ ഏണിമേ കയറി നിന്നിട്ട് ഞാൻ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് എന്നെ കാണിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഏണിമേയാണ് ഇത്രയും ഹൈറ്റിൽ ഉണ്ടോ ഉണ്ടോ ഞാൻ നിൽക്കണത്. ഹൈറ്റിൽ കയറി നിൽക്കുകയാണ് ഉണ്ടോ. ഞാൻ താഴോട്ട് ഇതാകണ്ട നിലം, അപ്പോൾ അത്രയും ഹൈറ്റ് ഉണ്ട്. അപ്പോൾ കയറി നിന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ മൊബൈലും പിടിച്ച് കയറി നിന്ന് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ ഉണ്ടോ ക്ലീൻ ചെയ്ത് പകുതിയായി. അങ്ങറ്റം വരെ ക്ലീൻ ചെയ്യുന്നത് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റക്കൈയിൽ മൊബൈൽ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ കുറേ ഇവിടം വരെ എടുത്തു. ഞാൻ ഫുള്ളും അടിച്ചു കഴിഞ്ഞിട്ട് ഒരു 5 വർഷമായി കേട്ടോ. കാണിച്ചു തരാം കേട്ടോ. പൊടി കല്ലും മണ്ണും ഒക്കെയാണ്. വെറുതെ ഒരു വീഡിയോ എന്ന് മാത്രം കേട്ടോ. ഇപ്പോൾ അത് പലർക്കും ക്ലീൻ ചെയ്യാനുള്ള ഒരു ആളെ വിട്ട് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും നമ്മളും കുറച്ച് ഹൈറ്റുള്ള ഏണി ഉണ്ടായിക്കഴിഞ്ഞാൽ വീട്ടിൽ ആരുമില്ല. അപ്പോൾ ഞാൻ അപ്പുറത്തും ഇപ്പുറത്ത് ഡോറൊക്കെ തുറന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ് തലയടിച്ച് വീണ് കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് നോക്കിയാൽ ജീവനുണ്ടോ എന്ന് അറിയണ്ടേ. അപ്പോൾ അത് കാരണമാണ് അടിച്ചു വാരിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ. അപ്പോൾ കംപ്ലീറ്റ് ഞാൻ പൊടിയും അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അത് കണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ ബ്രഷ് എടുക്കാമെന്ന് വിചാരിച്ചു. അതായത് ബ്രഷിലാകുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ചൂല് കൊണ്ട് അവിടെ നിന്ന് അടിച്ചെടുത്ത് നമ്മൾ കൂട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ മൊത്തം ബ്രഷിൽ കയറി എടുക്കുന്നവർക്ക് എടുക്കാം. അപ്പോൾ ബ്രഷാകുമ്പോൾ കുറച്ചും കൂടി നല്ല കംപ്ലീറ്റ് പോകും കേട്ടോ. പിന്നെ ഒന്നും കാണത്തില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം ഒരുപാട് പേരുടെ വീടുകളിൽ ഇങ്ങനെ അറകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ, ക്ലീൻ ചെയ്യുന്നുണ്ടോ, എത്ര പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ടോ ഒറ്റയ്ക്ക് എന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറ്റാത്തവർക്ക് നിങ്ങളിങ്ങനെ ഏണിയിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഗ്രിപ്പുണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം, ഉറപ്പുണ്ടെന്നെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ടു പറഞ്ഞിട്ട് ഓടിക്കയറി ചെയ്യരുത്. അത്രയും വലിയ ഇവിടം വരെ ഉണ്ട് കേട്ടോ. കണ്ടോ. എന്നിട്ട് ഇവിടെയാണ് ഡോറ് വരുന്നത്. ഇതാണ് ഡോറ്. അപ്പോൾ ഡോറിൻ്റെ അറ്റത്ത് ഞാൻ ന്യൂസ് പേപ്പർ വിരിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് പൊടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോറിൻ്റെ ആ വിടവിൽ കൂടിയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഡോറെന്ന് പറയുന്നത് ഈ കബോർഡ് പോലെ വെച്ചിട്ടുള്ളതിൻ്റെ ഇതാണ് കേട്ടോ, സ്ലൈഡിങ് ഇത്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുക. അരികിൽ ഇങ്ങനെ ന്യൂസ് പേപ്പർ എന്തെങ്കിലും പേപ്പർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിയിൽ വരില്ല. അപ്പോൾ ഞാനിത് ചെയ്യാൻ കാരണം ഞാൻ 2 വർഷം കൂടുമ്പോഴൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഏജ് ആയത് കാരണം പേടിച്ചിട്ട് ഹസ്ബൻഡൊക്കെ എല്ലാവരും ചീത്ത പറയും ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ വീണ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരൊന്നും അറിയാതെ ഞാൻ കയറി എടുത്തതാണ്. അപ്പോൾ എൻ്റെ നൈബറിൻ്റെ ഏണിയാണ് കേട്ടോ. എൻ്റെ ഏണി അത്ര ഹൈറ്റ് ഇല്ല. അപ്പോൾ അവർ സപ്പോർട്ടുണ്ട്, സൂക്ഷിച്ചൊക്കെ കയറണേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കയറി ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇത്രയും പൊടി ഇതാകത്തില്ല. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബെഡ്റൂമിൽ ഫാൻ ഇട്ട് കിടക്കുമ്പോൾ ചില ദിവസം ഇങ്ങനെ എൻ്റെ മേത്ത് ഇങ്ങനെ പൊടി തെറിക്കണ പോലെ കാണാം, മണ്ണൊക്കെ വന്ന് വീണ പോലെ കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്നാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ജനലൊക്കെ തുറന്നിട്ടിട്ടാണ് കിടക്കുന്നത് എപ്പോഴും. AC ഏപ്രിൽ പകുതിയോടുകൂടിയാണ് AC ഇടുന്നത്. എനിക്ക് AC ഒന്നും അത്ര ഇഷ്ടപ്പെടില്ല. പ്രകൃതി രമണീയമായ പ്രകൃതിയോടുകൂടി ചേർന്ന് കിടക്കുന്ന ആളാണ്. എന്താണെന്നറിയില്ല, എനിക്ക് AC പറ്റില്ല. അപ്പോൾ മാക്സിമം ഞാൻ അത്രയ്ക്ക് എനിക്ക് പറ്റാതാകുമ്പോഴേ AC ഇടുള്ളൂ. അപ്പോൾ ഫാനിട്ട് കിടക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ തെറിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ആയിരിക്കും ചിലപ്പോൾ വിചാരിച്ചിട്ട് അങ്ങനെ ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരും ഒക്കെ കമൻ്റ് ഇടുക, എങ്ങനെയാണ് നിങ്ങളെങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അത് ആളെ വിട്ട് ചെയ്യുമോ, നിങ്ങളാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മൾക്ക് തന്നെ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രം ചെയ്യാനേ ചിലപ്പോൾ 200-300 രൂപയൊക്കെ കൊടുക്കണം. അപ്പോൾ നമ്മളൊന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഏണിയിൽ കയറി നിന്നിട്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക കേട്ടോ. ഒത്തിരി സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാം. അതുപോലെ ഞാൻ ഇപ്പോൾ കുറച്ച് സാധനം വെച്ചിട്ടുള്ളൂ, എന്നാലും വെച്ചില്ലെങ്കിലും നമുക്ക് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ ഈ ഒരു വലിയ ടേബിൾ മാറ്റ് ഇവിടെ വിരിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇത്ര നാളും ഈ സിമെൻറ്റ് ഇട്ടതിൽ മാത്രമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇങ്ങനെ എന്തെങ്കിലും വിരിച്ച് ന്യൂസ് പേപ്പർ ഇത്രയും വലുതായിട്ട് കിട്ടില്ലല്ലോ, ഓരോ പേപ്പറായിട്ട് വിരിക്കണ്ടേ. അപ്പോൾ വലിയ ഒരു ഉപയോഗിക്കാത്ത പുതിയത് തന്നെയാണ് വലിയ ടേബിൾ മാറ്റ്. അപ്പോൾ അതൊന്ന് വിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ തന്നെ ഈ
നമ്മൾ മോപ്പ് മുക്കി തുടച്ചാലേ മതിയല്ലോ അല്ലേ? അതൊരു ഐഡിയ അല്ലേ? എനിക്കത് പെട്ടെന്ന് കിട്ടിയ ഐഡിയ ആണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കാത്ത മാറ്റ് വിരിച്ചിട്ട് കാണിച്ചു തരാം. എനിക്ക് എത്തുമെന്ന് അറിയില്ല. കണ്ടോ, കംപ്ലീറ്റ് ആക്കി ഞാൻ. അപ്പോൾ ഇത് വിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലോട്ട് ഏറ്റവും ഉള്ളിലോട്ട് കയറിയാൽ പെട്ടുപോകും ചിലപ്പോൾ, ഇറക്കാനൊക്കെ ആരും ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ കോല് കൊണ്ടിട്ട് വേണ്ട, ഈ പ്ലാസ്റ്റിക്കിൻ്റെ കോല് കൊണ്ടിട്ട് ഞാൻ അങ്ങ് അറ്റത്ത് എടുത്തെറിഞ്ഞു. എന്നിട്ട് ഇതുകൊണ്ട് വിരിച്ച് ഇങ്ങനെ ആക്കി ഞാൻ കംപ്ലീറ്റ് വിരിച്ചു. കണ്ടോ, അത്രയും വലുതാണ്. എന്തോ ഭാഗ്യത്തിന് ഇത്രയും വലിയൊരു മാറ്റ് എൻ്റെ കയ്യിൽ പഴയതല്ല, ഞാൻ ഉപയോഗിച്ചിട്ടില്ലാത്തത്. ഞാൻ ഏത് സാധനവും എടുത്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ എനിക്കത് യൂസായി. അപ്പോൾ നല്ല നീറ്റായില്ലേ? കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ സിമെൻറ്റും അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതെടുത്ത് ഇതിൻ്റെ മുകളിൽ തന്നെ തുടച്ചാൽ മതിയല്ലോ. ഈ പൊടിയൊന്നും വന്ന് അടയില്ല. അപ്പോൾ നിങ്ങൾ എത്ര പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കമൻറ്റ് ഇടുക. അപ്പോൾ ഇങ്ങനെ എല്ലാ വീട്ടിലും ഉണ്ടാവും ഇങ്ങനെ ഒരു അറ അല്ലേ എല്ലാവർക്കും. അപ്പോൾ ക്ലീൻ ചെയ്യണത് വലിയ പാടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും യൂസ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉറപ്പുള്ളവർ മാത്രം ചെയ്യുക. ഇത് കണ്ടിട്ട് ചാടിക്കറിയൊന്നും ചെയ്ത് കൈകാലൊന്നും ഓടിക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.